എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു പൂരി മസാലയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ പൂരിയുടെ കൂടെ കഴിക്കുന്ന ഒരു അടിപൊളി പൊട്ടറ്റോ കറിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രം നന്നായിട്ട് ചൂടായി കിടക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണോളം വേണം. കുറച്ച് കടുക് ഇതിൽ കിടക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കടലപ്പരിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. ഇനി ഇതൊന്ന് ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിത് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഈ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ചുവന്ന കളറിലുള്ള ക്യാപ്സിക്കമാണ്. ചുവന്നതോ പച്ചയോ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു പൊട്ടറ്റോ മസാലയ്ക്ക് കൊടുക്കും. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 4 ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങ് ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ഉടയ്ക്കരുത്, കുറച്ചിങ്ങനെ കട്ടകളായിട്ട് കിടക്കണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊട്ടറ്റോ മസാല ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ ഇതുപോലെ പൂരി മസാല കഴിച്ചപ്പം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പച്ച കളറിലെ ക്യാപ്സിക്കം കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിൽ വന്നു. അപ്പോൾ നമ്മുടെ ഒരു പൂരി മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയിലയോ കറിവേപ്പിലയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് പൂരിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇട്ട പൂരിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്